ഹരേ കൃഷ്ണ. രാധേ രാധേ. ഹൈന്ദവ വിശ്വാസപ്രകാരം പവിത്രമായൊരു മാസമാണ് പുരുഷോത്തമ മാസം അഥവാ അധികമാസം. ഈ മാസം മെയ് 17, 2026 മുതൽ ജൂൺ 15, 2026 വരെയാണ് ഇത് ആചരിക്കുന്നത്. ചന്ദ്രമാസവും സൂര്യമാസവും തമ്മിലുള്ള വ്യത്യാസം ക്രമീകരിക്കുന്നതിനായി ഓരോ 3 വർഷം കൂടുമ്പോഴും കലണ്ടറിൽ അധികമായി വരുന്ന ഒരു മാസമാണിത്. ഈ മാസം ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പ്രിയപ്പെട്ട മാസമായി കണക്കാക്കുന്നു. പുരുഷോത്തമൻ എന്നത് മഹാവിഷ്ണുവിൻ്റെ നാമങ്ങളിൽ ഒന്നാണ്. മഹാഭക്തനായ സൂതഗോസ്വാമി തൻ്റെ ശിഷ്യർക്ക് പറഞ്ഞുകൊടുത്തത് പ്രകാരം പാണ്ഡവരുടെ വനവാസകാലത്ത് ഭഗവാൻ പാണ്ഡവരെ സന്ദർശിക്കാൻ വനത്തിൽ എത്തിച്ചേർന്നു. ആ അവസരത്തിലാണ് ഭഗവാൻ പുരുഷോത്തമ മാസത്തിൻ്റെ അത്ഭുതകരമായ ചരിത്രം പാണ്ഡവർക്ക് ഉപദേശിച്ചു കൊടുക്കുന്നത്. ഭഗവാൻ പറഞ്ഞു, വിധിവശാൽ അധികമായ ഒരു മാസം ഈ ലോകത്തേക്ക് കടന്നു വന്നു. എല്ലാവരും അതിനെ വളരെ അമംഗളകരമായി കണക്കാക്കി. അങ്ങനെ എല്ലാവരും മംഗള കാര്യങ്ങൾക്കായി ഈ മാസത്തെ തിരഞ്ഞെടുക്കാതെയായി. നിഷേധങ്ങളും നിന്ദകളും സഹിക്കാതെ ഈ മാസം ദുഃഖത്തിന് അടിമയായി. വൈകാതെ അത് വൈകുണ്ഠത്തിലേക്ക് യാത്രയായി. ഭഗവാനെ കണ്ട് പ്രണമിച്ച് സങ്കടമുണർത്തിച്ചു. സങ്കടത്താൽ കണ്ണുനീർ ധാരധാരയായി ഒഴുകി. ഭഗവാനെ സ്തുതിച്ചതിനു ശേഷം അഖിലം മുഴുവൻ തന്നെ തിരസ്കരിക്കുന്നതും നിന്ദിക്കുന്നതും ഭഗവാനെ അറിയിച്ചു. എല്ലാം കേട്ട ഭഗവാൻ മഹാവിഷ്ണു കാരുണ്യത്തോടെ പറഞ്ഞു, എല്ലാ ദുഃഖങ്ങളിൽ നിന്നും ഞാൻ നിന്നെ രക്ഷിക്കുന്നതാണ്. എന്നെ ശരണം പ്രാപിച്ചതിന് ശേഷം വിലപിക്കുന്നത് ദയവായി നിർത്തുക. അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് മഹാവിഷ്ണു അവളെയും കൂട്ടി ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ധാമമായ ഗോലോക വൃന്ദാവനത്തിലേക്ക് എത്തിച്ചേർന്നു. എല്ലാ കാര്യങ്ങളും കേട്ടറിഞ്ഞ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇങ്ങനെ അനുഗ്രഹിച്ച് അരുളി ചെയ്തു. ഈ സാധുവായ അധികമാസത്തെ ഗുണത്തിലും കീർത്തിയിലും ഐശ്വര്യത്തിലും സാക്ഷാത്കാരത്തിലും വിജയത്തിലും ഭക്തർക്ക് അനുഗ്രഹം നൽകുന്ന കാര്യത്തിലും എന്നോട് സദൃശമാക്കി തീർക്കുന്നതാണ്. ഈ മാസം എനിക്ക് തുല്യം ശക്തിയുള്ളതായിരിക്കും. ദൈവികമായ എല്ലാ ഗുണങ്ങളും ഞാൻ ഈ മാസത്തിന് പ്രദാനം ചെയ്യുന്നു. എൻ്റെ നാമത്തിൽ ഇവൾ പുരുഷോത്തമ മാസം എന്ന പേരിൽ പ്രശസ്തി ആർജിക്കുന്നതാണ്. ഇവളുടെ ഭർത്താവും സംരക്ഷകനും ഞാനാകുന്നു. എന്നോട് തുല്യമാകയാൽ മറ്റെല്ലാ മാസങ്ങൾക്കും ഇവൾ അധിപയാകുന്നതാണ്. എല്ലാവരും ഇവളെ ആരാധനയോടെ പ്രണമിക്കേണ്ടതാണ്, ആരാധിക്കേണ്ടതാണ്. ഈ മാസത്തെ ആരാധിക്കുന്നവർക്ക് തൻ്റെ പൂർവ്വ പാപകർമ്മങ്ങൾ ഭസ്മമാകുകയും ഈ ഭൗതിക മണ്ഡലത്തിൽ ആനന്ദകരമായ ജീവിതം ആസ്വദിച്ചതിനു ശേഷം ജീവിതാന്തത്തിൽ ഭഗവത് ധാമത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യുന്നു. കഠിനമായ തപസ്സുകളേക്കാൾ ഈ പുരുഷോത്തമ മാസത്തിൽ ഭക്തിയുത സേവനത്തിൻ്റെ പരിശീലനം നടത്തുന്ന മനുഷ്യൻ ഈ ലോകത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ആനന്ദപ്രദമായ ജീവിതം ആസ്വദിക്കുകയും ഈ ദേഹം വെടിഞ്ഞതിനു ശേഷം ഭഗവത് ധാമത്തിലേക്ക് മടങ്ങുകയും ചെയ്യുന്നു. നാമജപം ചെയ്യുക, ദാനധർമ്മങ്ങൾ അനുഷ്ഠിക്കുക, ഭഗവാനും ഭക്തർക്കും ആദരവ് അർപ്പിക്കുക, ശ്രേഷ്ഠരായ ബ്രാഹ്മണരോട് നന്നായി പെരുമാറുക, മറ്റുള്ളവരോട് ശത്രുത വെച്ച് പുലർത്താതിരിക്കുക തുടങ്ങിയവ ഈ മാസത്തിൽ അനുഷ്ഠിക്കേണ്ടതാണ്. ഇങ്ങനെ അനുഷ്ഠിക്കുന്നവർക്ക് കീർത്തിയും ഐശ്വര്യവും ലഭിക്കും. പുരുഷോത്തമ മാസം ആചരിക്കേണ്ടുന്ന വിധം: ഹരേ കൃഷ്ണ മഹാമന്ത്രജപം ജപിക്കുക, ഭഗവത്ഗീത, ഭാഗവതം തുടങ്ങിയ പുണ്യഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുക, മദ്യമാംസാദികൾ നിർബന്ധമായും ഒഴിവാക്കുക, സത്യം പറയുക, മറ്റുള്ളവരെ വിമർശിക്കാതെ ഇരിക്കുക, ബ്രഹ്മചര്യം പാലിക്കുക, അഖണ്ഡ ദീപം വയ്ക്കുക, അതായത് രാത്രിയും പകലും തുടർച്ചയായി ദീപം കത്തിച്ചു വയ്ക്കുക. നിരവധി ഭക്തർ ആചരിച്ചു വരാറുണ്ട്, നമ്മളാലാവും വിധം ആചരിക്കുക. അന്നദാനം, വസ്ത്രദാനം തുടങ്ങിയ ദാനധർമ്മങ്ങൾ നിർവഹിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. ഭഗവത് ധാമങ്ങളും മഹാക്ഷേത്രങ്ങളും മുതൽ അടുത്തുള്ള ചെറിയ ക്ഷേത്രങ്ങൾ പോലും സന്ദർശനം നടത്തുന്നത് വളരെ ശ്രേഷ്ഠമാണ്. ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരുക. രാധാകൃഷ്ണന്മാർക്ക് നിത്യവും നെയ്വിളക്ക് സമർപ്പിക്കുക. തുളസീദേവിക്ക് ആരതി നടത്തുകയും പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്യുക. നിത്യവും ക്ഷേത്ര ദർശനം നടത്തി 4 തവണ പ്രദക്ഷിണം നടത്തി ഭഗവാന് യഥാശക്തി പൂക്കൾ, നിവേദ്യം എന്നിവ സമർപ്പിക്കുന്നത് നല്ലതാണ്. ദിവസവും സൂര്യോദയത്തിന് മുൻപ് പുണ്യതീർത്ഥങ്ങളിലോ സമാനമായി സങ്കല്പിച്ചോ സ്നാനം ചെയ്യുക. പ്രഭാതത്തിൽ ജഗന്നാഥാഷ്ടകവും ഉച്ചസമയത്ത് ശ്രീ ചൗരാഷ്ടകവും ആലപിക്കുക. പകൽ സമയങ്ങളിലും മറ്റും രാധാകൃഷ്ണ കീർത്തനങ്ങൾ ആലപിക്കുന്നത് നല്ലതാണ്.
രാത്രിയിൽ ശ്രീമദ് ഭാഗവതത്തിൽ സ്കന്ധം 10 അധ്യായം 14 ബ്രഹ്മസ്തുതിയിലെ 40 ശ്ലോകങ്ങൾ പാരായണം ചെയ്യുന്നത് നല്ലതാണ്. ഭഗവത്ഗീത 15-ാം അധ്യായമായ പുരുഷോത്തമയോഗം പരമാവധി തവണ പാരായണം ചെയ്യുക. തിരക്കേറിയ ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ ഇതെല്ലാം സാധിച്ചില്ലെങ്കിലും നമ്മളാലാവും വിധം ഭഗവത് ഭക്തിയോടെ പരമാവധി ആചരിക്കാൻ നമുക്ക് ശ്രമിക്കാം. ഭഗവാന്റെയും രാധാദേവിയുടെയും അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ. ജയ് ശ്രീ രാധേ രാധേ.